ശപിച്ചതാണ് ആ ഒരു സ്ഥലം, അതിൻ്റെ കൂടെ ആ ഒരു മരവും. പറയാറുണ്ടായിരുന്നത് ഏതൊരു മുന്നി എന്ന് പറയുന്ന കുട്ടിയോടൊപ്പം വിവാഹം ചെയ്യാനായിരുന്നു അവൻ്റെ ആഗ്രഹം. എന്നാൽ അവൻ അതിനുള്ള ആയുസ്സുണ്ടായിരുന്നില്ല. അവസാനം അവനൊരു മുഞ്ചായി. മുഞ്ച ഈ ഒരു ഇന്ത്യൻ അർബൻ ലെജൻഡ് സ്റ്റോറിയെ കുറിച്ച് നിങ്ങൾ അധികം ആരും കേട്ടിട്ടുണ്ടാകില്ല. എന്നാൽ വളരെ ക്രീപ്പി ബാക്ക് സ്റ്റോറിയുള്ള ഒരു കഥയാണ് മുഞ്ച എന്ന് പറയുന്നത്. അർബൻ സ്റ്റോറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കരുതും വല്ല പ്രേതോ അല്ലെങ്കിൽ സ്പിരിറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ ഒരു ബന്ധപ്പെട്ട സ്റ്റോറി ആയിക്കാരം. എന്നാൽ ഇത് അതിനൊക്കെ വ്യത്യസ്തമാണ്. ഏതെങ്കിലും ചെറിയ കുട്ടി ശാപം കിട്ടി മരിക്കുകയാണെങ്കിൽ ആ ഒരു കുട്ടിയാണ് മുഞ്ചയായി മാറുന്നത്. മുഞ്ചയുടെ ഒരു പ്രത്യേകം നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പീപ്പിൾ ട്രീന്ന് വേറെ പീപ്പിൾ ട്രീക്ക് ചാടി ചാടി പോകാൻ സാധിക്കും. നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും മുഞ്ച എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അത്രത്തോളം പവർഫുൾ അല്ലേ കാരം. എന്നാൽ ഒരിക്കലും അല്ല. ഈ ഒരു മുഞ്ചകൾ വളരെ പവർഫുള്ളാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അത് ബ്ലാക്ക് മജീഷ്യനോ അല്ലെങ്കിൽ മന്ത്രവാദിക്കോ ഒരു മുഞ്ചയെ കൊണ്ട് വളരെ ഡേഞ്ചറസ് ആയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മുഞ്ചക്ക് ഇപ്പോൾ ഏതെങ്കിലും സ്ത്രീയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിനെ വയറ്റിൻ്റെ അകത്ത് വെച്ച് തന്നെ കൊല്ലാൻ സാധിക്കും മുഞ്ചകൾക്ക്. കേൾക്കുമ്പോൾ വളരെ സ്കേറിയാണ്. എന്നാൽ മുഞ്ചയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾക്ക് മുഞ്ചയെ കാണാൻ സാധിക്കില്ല. മുഞ്ച കരുതിയാൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു ജീവിയെ കാണാൻ സാധിക്കുള്ളൂ. എന്നാൽ ഈ ഒരു മുഞ്ചകൾക്ക് തന്നെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താ വെച്ചാൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു മുഞ്ചയുടെ കുടുംബത്തിലെ ആളുകൾക്ക് മുഞ്ചയെ കാണാൻ സാധിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മുഞ്ച ഒരു ബോഡിയിൽ പൊസസ് ചെയ്യുകയോ അല്ലെങ്കിൽ കയറി കൂടുകയാണെങ്കിൽ ആ ഒരു ശരീരത്തിൻ്റെ ഉടമ വളരെ സിൻസിയറായിക്കാണ്ട് അതിലൂടെ സോറി പറയുകയാണെങ്കിൽ ആ ഒരു മുഞ്ച പോകുന്നതേക്കാരം, ആ ഒരു ബോഡി വിട്ട് പോകുന്നതേക്കാരം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മുഞ്ചകൾക്ക് ഒരു കുട്ടികളുടെ ബ്രെയിനും അതേപോലെ തന്നെ ഒരു ഫീലിങ്ങുമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മനസ്സിലാക്കുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ആ ഒരു മുഞ്ച ആ ഒരു ശരീരം വിട്ടു പോകുന്നതേക്കാരം. അല്ലാതെ ഒരിക്കലും ആ ഒരു മുഞ്ചയെ നിങ്ങൾക്ക് പറഞ്ഞയക്കാൻ സാധിക്കില്ല, അത് എത്ര മന്ത്രം ചെയ്തിട്ടാണെങ്കിലും. ഈ ഒരു കാരണത്താൽ തന്നെ ഏതെങ്കിലും ഒരു കുട്ടി ഇതുപോലെ ശാപം കിട്ടി മരിക്കുകയാണെങ്കിൽ ആ ഒരു പണ്ടുള്ള ആളുകൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു മന്ത്രം ചെയ്ത് കാണ്ട് ആ ഒരു നൂലിലാക്കിയാണ്ട് ഒരു പീപ്പിൾ ട്രീൻ്റെ ചുറ്റോറും കെട്ടാറാണ്. അതുകൊണ്ടാണ് ഈ ഒരു മുഞ്ചകൾക്ക് ഒരു പീപ്പിൾ ട്രീന്ന് വേറെ പീപ്പിൾ ട്രീക്ക് ചാടാനും സാധിക്കുന്നത്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. അധികം ഈ മുഞ്ചകളെ രാത്രി മാത്രമേ കാണുകയുള്ളൂ. അവർക്ക് രാവിലെ പുറത്തിറങ്ങാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇത്രത്തോളം നമ്മൾ മുഞ്ചയെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മുഞ്ചയുടെ ഒരു റിയൽ ബേസ്ഡ് സ്റ്റോറി കേൾക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ് മഹാരാഷ്ട്രയിലുള്ള ഒരു വില്ലേജിൽ നിന്നാണ്. അവിടെ ഒരു മദൻ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 20 വയസ്സൊക്കെ പ്രായം ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ആകുന്നത്. അവനൊരു രാത്രി അവൻ്റെ അടുത്തുള്ളൊരു വില്ലേജിൽ തന്നെ ഒരു പീപ്പിൾ ട്രീൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ പോയേക്കാരം. ആ ഒരു സമയത്താണ് പെട്ടെന്ന് അവനൊന്ന് മുള്ളാൻ മുട്ടുക. അങ്ങനെ അവൻ ആ കാര്യം കഴിക്കാൻ വേണ്ടി അവൻ്റെ അടുത്തുള്ള നോക്കും. അപ്പോൾ അവൻ നോക്കുമ്പോൾ അടുത്തൊരു പീപ്പിൾ ട്രീ ഉണ്ടാവും. അപ്പോൾ എന്താട്ടും അതിൻ്റെ അടുത്ത് പോയി കണ്ട് കാര്യം സാധിക്കും. പക്ഷെ അവൻ അറിയില്ലേക്കാരം അവൻ കാര്യം കഴിച്ച ആ സ്ഥലം ഒരു ശപിച്ച പീപ്പിൾ ട്രീ ആണെന്ന്, എന്ന് വെച്ചാൽ മുഞ്ചയുടെ വീടാണെന്ന്. അവൻ മുഞ്ചയുടെ വീടിനെ അപമാനിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇതൊന്നും അവനറിയില്ല. കാരണം ഏതൊരു മനുഷ്യനാണെങ്കിലും നമുക്കറിയില്ലല്ലോ ഇങ്ങനെ ഒരു വസ്തു ഇതുമുണ്ട് എന്ന്. പിന്നെ രാത്രി ആകുമ്പോൾ അവൻ കെട്ടി വെച്ചൊന്നും കാണാൻ തന്നെ സാധിക്കില്ല. അവൻ മുള്ളാൻ വിട്ടിട്ട് വിട്ടൊന്നും പോകാൻ കാരണം വെച്ചാൽ അതോ പോയി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിച്ചപ്പോൾ രാത്രിയൊക്കെയാണ് വലിയ ജീവികളൊക്കെ ഉണ്ടാവും. ആ ഒരു കാരണം കൊണ്ടാണ് അവൻ അവിടെ കാര്യം കഴിച്ചത്. പക്ഷെ അവൻ അറിയില്ലായിരുന്നു അതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റിയെന്ന്. അത് എന്തുകൊണ്ടാണെന്നല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു മുഞ്ചയുടെ വീട്ടിനെ അപമാനിച്ചു കഴിഞ്ഞാൽ മുഞ്ച അത്രത്തോളം റിവെഞ്ച് എടുക്കും. ഈ ഒരു മദൻ മുള്ളി ആ ഒരു പീപ്പിൾ ട്രീൻ്റെ അകത്തുള്ള മുഞ്ച എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായ ഒരു മുഞ്ചയായിരുന്നു. ഇങ്ങനെ വെച്ചാൽ ആ ഒരു പീപ്പിൾ ട്രീ തന്നെ മുകളിലോട്ട് നോക്കി അറ്റം കാണില്ല, നില വെളിച്ചം പോലും കാണില്ല. അത്രത്തോളം വലിയൊരു പീപ്പിൾ ട്രീ ആണ്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന മുഞ്ചിയും അത്രത്തോളം പവർഫുൾ ആയിരുന്നു. ആ ഒരു മുഞ്ച അപ്പോഴേക്കും അവൻ്റെ ശരീരത്തോട് കയറുകയാണ്. പിന്നെ കുറേ മാസങ്ങൾ കടന്നു. ഈ വീട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി ഇവനെന്തോ ഒരു മാറ്റം ഉണ്ട്. കാരണം ഇവൻ ആള് പഴയ പോലെയല്ല, വളരെ ക്രേസി ആയിക്കാണ്ടാണ് ഇവൻ പെരുമാറുന്നത്. അങ്ങനെ ഇവൻ്റെ ശല്യങ്ങളൊക്കെ സഹിക്കാൻ സാധിക്കാത്തതുകൊണ്ട് വീട്ടുകാരൻ ചെയ്തെന്ന് വെച്ചാൽ ഇവനെ റൂമിൽ പൂട്ടിയിട്ടാൻ തുടങ്ങി. അവനെ പുറത്തിറക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ദിവസം അവൻ്റെ നെയ്ബർ ആ വീട്ടിലോട്ട് വന്ന് നോക്കിയപ്പോൾ കാണുന്നത് വെച്ചാൽ ആ ഒരു വീട്ടിൽ അവൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ മരിച്ചു കിടക്കുകയായിരുന്നു. എന്നാൽ അവനെ മാത്രം മിസ്സിങ് ആയിരുന്നു. ഇത് കണ്ടപ്പോൾ ആ ഒരു നെയ്ബറിനെ അറിയവൻ ഇങ്ങനെ പൂട്ടിയിടാറാണ്. അപ്പോൾ ആ ഒരു റൂം തുറന്നു നോക്കിയപ്പോൾ അവൻ ആ റൂമിലും കാണാനില്ല. അവിടെയാണ് ഈ ഒരു കഥ വളരെ ക്രീപ്പി ആയി തുടങ്ങാൻ പോകുന്നത്. അതിനുശേഷം ആ ഒരു നാട്ടിൽ ആരും മദനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരാൾ ആ ഒരു ഗ്രാമത്തിൽ ഓടി എന്ന് പറയുകയാണ് ആ ഒരു പീപ്പിൾ ട്രീൻ്റെ മുകളിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. പക്ഷെ ആരും വിശ്വസിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആളുകൾ തോന്നി ചിലപ്പോൾ ഇദ്ദേഹം പറഞ്ഞ സത്യേക്കാരം. അപ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് കാണ്ട് ആ ഒരു പീപ്പിൾ ട്രീൻ്റെ അടുത്ത് പോയേക്കാണ്. ആ ഒരു സമയത്ത് അവർ കാണുന്നത് എന്താ വെച്ചാൽ മദൻ ആ ഒരു പീപ്പിൾ ട്രീൻ്റെ മുകളിൽ ഇരിക്കുന്നതാണ്. പിന്നെ 4-5 ആൾക്കാർ ചേർന്ന് കണ്ട് ആ ഒരു മരത്തുമ്മ കയറി. അതിനുശേഷം അവനെ തട്ടി നോക്കിയപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ അവന് ജീവനില്ല, അവൻ്റെ ബോഡി മാത്രമേ അവിടെ ഉള്ളൂ. എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി.
അതിനുശേഷം ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ ഒക്കെ രാത്രി ആയി കഴിഞ്ഞാൽ ആ ഒരു പീപ്പിൾ ട്രെയിനിൻ്റെ അടുത്തുകൂടി പോവില്ല. ലൈക്ക് നമ്മുടെ നാട്ടിൽ സംഭവിച്ചാലും നമ്മൾ ഒരിക്കലും പിന്നെ അങ്ങനെ ചെയ്യില്ലല്ലോ. നമുക്ക് തന്നെ എത്ര പറഞ്ഞാലും മനുഷ്യനാണ്, പേടി ഉണ്ടാകും. അതേപോലെ തന്നെ ഇങ്ങനൊരു കഥ കേൾക്കുമ്പോൾ അത് വളരെ ക്രീപ്പിയാണ്. നമ്മൾ ചിന്തിച്ചതിനനുസരിച്ചേക്കാരം ചില ആളുകൾ ഏതും എന്താപ്പം അതിന് ഒരു പീപ്പിൾ ട്രെയിനിൻ്റെ മുകളിലല്ലേ ഒരു മുള്ളിയപ്പം അതിൻ്റെ മുകളിലൊക്കെ ലൈക്ക് നമുക്കറിയില്ല, ചിലപ്പോൾ സത്യേക്കാരം ഈ ഒരു സ്റ്റോറി, ചിലപ്പോൾ നോണേക്കാരം. അപ്പോൾ ഈ ഒരു കഥ എത്രത്തോളം കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദ്യം, ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം അടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ അടുത്തായി കണ്ട് ഈ ഒരു മുൻച എന്ന് പറയുന്ന സ്റ്റോറിയെ കുറിച്ചൊരു സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിൻ്റെ ബേസോ അല്ലെ പ്രൊമോഷനായി കണ്ടല്ലേ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ സ്റ്റോറിയെ കുറിച്ച് കേട്ടു, അപ്പോൾ ഞാൻ ആർട്ടിക്കിളൊക്കെ ഒന്ന് വായിച്ച് നോക്കി. അപ്പോൾ എനിക്ക് തോന്നി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം നമ്മൾ ആരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പബ്ലിഷ് ചെയ്യാമെന്ന് കരുതിക്കാണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. എന്നാൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ വലിയ വീഡിയോസ് വളരെ കുറച്ചായി കണ്ട ഇടേറ് എപ്പോഴെങ്കിലും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൺക്ലൂഷൻ ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒന്ന് പോയി ചാടാക്കുക. ലൈക്ക് ഒരു പീപ്പിൾ ട്രീ കാണാം, ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് അവിടെ പോയി ചെയ്ത് നോക്കാം. അങ്ങനെ എന്തിനാ പറയുക, നമ്മൾ വെറുതെ പോയി പണി ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളിഷ്ടം, ബാക്കി ഞാൻ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളിഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, ചെയ്യാതിരിക്കാം. എന്തായാലും വീഡിയോ അവിടെ എൻ്റെ ഒപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു കില്ല വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.